So good morning all. Last class നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തത്? So I think we have stopped at decreasing rate of growth method. അതിന്റെ ന്യൂമറിക്കൽ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ ഒരു ടേബിൾ ആർ കോളം ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? അതായത് നമ്മൾ ആദ്യം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നു, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നു, പിന്നെ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ്. സോ ഫസ്റ്റത്തെ കേസിൽ 12 നിന്നും 21 ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസസ് നെഗറ്റീവ്. സെക്കൻഡ് കേസിലും അതെ, 21.4 നിന്നും 23.5 ഇറ്റ് വാസ് ഇൻക്രീസിങ്. അത് കാരണം പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസസ് അഗെയിൻ നെഗറ്റീവ്. പക്ഷെ തേർഡ് കേസിൽ 23.5 11.9 ആയിട്ട് കുറയാണ് ചെയ്തത്. സോ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസസ് പോസിറ്റീവ്. സോ അത് നമ്മൾ ചെയ്തിട്ടുണ്ടായി. എന്നിട്ട് അതിന്റെ മൂന്നിന്റെയും കൂടെ ആവറേജ് കണ്ടുപിടിക്കാം. ഇത്ര വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ചെയ്യാനുള്ളത് ഞാൻ നിങ്ങളോട് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചെയ്തിട്ടുണ്ടായോ? വാട്ട് ഈസ് ദ പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് 1980? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആൻസർ? So the population is expected population at the end of year 1980 47,000 ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ. ഓക്കെ, ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ. അതുപോലെ ലാസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് 11.5 ആണ്. പിന്നെ നമുക്ക് കിട്ടിയ ആവറേജ് പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസസ് 0.03. ഓക്കെ, സോ 47,000 plus 11.9 minus 0.03 divided by 100 into 47,000. Okay, so you will get it as 52,570. Note ചെയ്യാ എല്ലാരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the population at the year of 1990. ഓക്കെ, 1990യുടെ എൻഡിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് പോപ്പുലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1980ലെ പോപ്പുലേഷൻ ആണ്. ദാറ്റ് പോപ്പുലേഷൻ പ്ലസ് ലാസ്റ്റ് പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് 11.87 ആണ്. സോ 11.87 മൈനസ് ആവറേജ് പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് 0.03 divided by 100 into 52,570. So you will get that as 58,800.
നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 2000 ആണ്. So again, last known population is 58,800 plus last percentage decrease increase എന്ന് പറയുന്നത് 11.84 ആണ്. 11.84 minus 0.03 by 100 into 58,800. You will get it as 65,750. എല്ലാരും ചെയ്ത് നോക്കുക. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. So if you have any doubts in this problem, you can ask right now. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, അല്ലെങ്കിൽ മേലോട്ട് സ്ക്രീൻ കാണിക്കാനോ ടേബിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. സോ ഡിക്രീസ് റേറ്റ് മെത്തേഡ് കഴിഞ്ഞു, മെത്തേഡ് ഓഫ് ഡിക്രീസിങ് ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് മെത്തേഡ്സും കൂടെ പഠിക്കാനുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്. സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വി വിൽ ഡ്രോ എ പ്ലോട്ട്. ഓക്കെ, അതായത് നമ്മുടെ പോപ്പുലേഷനും ഇയറും ഉള്ള ഒരു ഗ്രാഫ്. അത് നമുക്ക് ഇത്രയും കാലം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ പോപ്പുലേഷൻ വിത്ത് ഇയർ വി വിൽ ഡ്രോ എ ഗ്രാഫ്. Okay, so graph is plotted between time and population from the available data. Available data നമ്മൾ പോപ്പുലേഷനും ടൈമും ആയിട്ടൊരു ഗ്രാഫ് വരയ്ക്കും. Then we will extend that curve smoothly. ആ curve smoothly extend ചെയ്യും. Okay, ഒരു അപ്രോക്സിമേറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു മെത്തേഡ് തരുന്നത്. ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് മെത്തേഡ് തരില്ല. കാരണം എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യില്ല. ഇത്രയും കാലം എങ്ങനെയാണോ പോപ്പുലേഷൻ ഗ്രോ ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു റേറ്റിൽ തന്നെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അത്രയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല, അപ്രോക്സിമേറ്റ് റിസൾട്ട്സ് മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് തരുന്നുള്ളൂ. നെക്സ്റ്റ് മെത്തേഡ് ഇസ് കമ്പാരറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്. കമ്പാരറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് we will be comparing our data. Okay, our data with available, അതായത് എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിന്റെ അതേ ഒരു ട്രെൻഡ് ഗ്രോ ചെയ്ത വേറെ സിറ്റീസ്. ഓക്കെ, നമുക്ക് പഴയൊരു എന്താ പറയാ, നമുക്ക് അവൈലബിൾ ഡാറ്റ കാണും. ഓൾമോസ്റ്റ് ഇത്ര സിറ്റീസ് ഒക്കെ ഇങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ നമ്മുടെ കയ്യിൽ കാണും. അപ്പം നമ്മുടെ സിറ്റി പോലത്തെ സിമിലർ കണ്ടീഷൻസും ക്യാരക്ടറിസ്റ്റിക്സും ഉള്ള സിറ്റീസ് സെലക്ട് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. ഓക്കെ, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെയാണ്. അതായത് നമുക്കിപ്പം നമ്മുടെ സിറ്റിയാണ് സിറ്റി എക്സ്. ഓക്കെ, സിറ്റി ഫോർ വിച്ച് വി ആർ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ ഇസ് ഡൂയിങ് സിറ്റി എക്സ്. അപ്പം അതുപോലെയുള്ള സിറ്റീസ്, അതുപോലെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സിറ്റീസ് ആണ് എ, ബി ആൻഡ് സി, ഡി. സോ സിറ്റി എ, സിറ്റി ബി, സിറ്റി സി ആൻഡ് സിറ്റി സി, ഈ 4 സിറ്റീസും നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 സിറ്റീസും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇത് സെലക്ട് ചെയ്യുക, സിറ്റീസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ കണ്ടീഷൻസിൽ ഈ ഒരു എല്ലാ സിറ്റീസും ഒരേ മാനറിലാണ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു അസംഷൻ. ഓക്കെ, വി ആർ അസ്യൂമിങ് ദാറ്റ് സിറ്റി ആൻഡ് കൺസിഡറേഷൻ വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ദ സെയിം മാനർ ആസ് ദ അതർ സിറ്റീസ് ഹാവ് ഡെവലപ്ഡ് ഇൻ ദ പാസ്റ്റ്. ഈ നമ്മുടെ എ, ബി, സി, ഡി എന്ന് പറയുന്ന സിറ്റീസ് പാസ്റ്റിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തോ അതുപോലെ നമ്മുടെ സിറ്റി ഡെവലപ്പ് ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു ലോജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ആക്ച്വലി. ഓക്കെ, ദിസ് ഇസ് ഹാവിങ് എ ലോജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം സിറ്റി എ.
സിറ്റി എ ഇപ്പൊ സപ്പോസ് ഒരു 50,000 എന്ന് പറയുന്ന പോപ്പുലേഷൻ സിറ്റി എ എത്തിയിരിക്കുന്നത് 1900-ലാണ്. പിന്നെ 10 ഇയേഴ്സ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒരു 15,000 എന്നുള്ള പോപ്പുലേഷൻ സിറ്റി എ എത്തിയിരിക്കുന്നത് 1900-ലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിറ്റി ഇപ്പം 1970-ലാണ് എത്തി നിൽക്കുന്നത്. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് നോൺ ഡാറ്റ ഇസ് അറ്റ് 1970. ലേറ്റസ്റ്റ് നോൺ ഡാറ്റ നമുക്ക് 1970-ലുള്ള ഡാറ്റയാണ്. അപ്പൊ അതിൽ നമ്മുടെ സിറ്റിയുടെ പോപ്പുലേഷൻ 50,000 ആണ്. സോ വിൽ ബി സെലക്ടിങ് അനദർ സിറ്റി എ വിച്ച് ഹാസ് റീച്ച്ഡ് 50,000. അതൊരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും അത് 50,000 എത്തി നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അത് ഒരു 1900-ലായിരിക്കും 50,000 എത്തി നിൽക്കുന്നുണ്ടാവുക. അതിനുശേഷം 10 ഇയേഴ്സ് ഗ്യാപ്പിലുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. അങ്ങനെ സിറ്റി എയുടെ ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യും. സിമിലർലി സിറ്റി ബി എന്ന് പറയുന്നത് 1915-ലായിരിക്കും ചിലപ്പോൾ ഈ ഒരു 50,000 അപ്രോച്ച് എത്തിയിട്ടുണ്ടാവുക. സോ സിറ്റി ബി നമ്മൾ ആ ഒരു ഡാറ്റ വെച്ച് പ്ലോട്ട് ചെയ്യും. സിറ്റി സിയും പ്ലോട്ട് ചെയ്യും, ഡിയും പ്ലോട്ട് ചെയ്യും. എന്നതിന് ശേഷമാണ് നമ്മുടെ സിറ്റിനെ എക്സിനെ ഒരു അപ്രോക്സിമേറ്റ് ഈ 4 സിറ്റീസിന്റെ ഒരു ആവറേജ് എന്നുള്ള വാല്യൂല് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് പ്രപ്പോസ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഇതിന്റെ അകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റീനെ പോലെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ആ ഒരു സിമിലർ നേച്ചറിൽ ഗ്രോ ചെയ്യുന്ന സിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ അങ്ങനെയുള്ള 4 സിറ്റീസിന്റെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സിറ്റിക്ക് ഒരു പ്രപ്പോസ്ഡ് എക്സ്റ്റൻഷൻ പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. സോ ഐ തിങ്ക് ദിസ് മെത്തേഡ് ഇസ് ക്ലിയർ ഫോർ യു. കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ് ആണ്. നിങ്ങൾ ഗ്രാഫ് ഒക്കെ വരച്ചെടുക്കുക. മേ ബി ഏതെങ്കിലും തിയറി ആയിട്ടൊക്കെ ചോദിക്കാം. 5 മാർക്സ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ഈ ഓരോ മെത്തേഡ്സും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്, ദെൻ കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്, ദെൻ മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഓർ സോണിംഗ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഓർ സോണിംഗ് മെത്തേഡ് ആണ്. അതായത് എന്ന് വെച്ചാല് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു പ്ലാൻഡ് എൻവയോൺമെന്റിൽ മാത്രമേ അവര് ചെയ്യുള്ളൂ. അതായത് ഇപ്പം ഇവിടെ ഇപ്പൊ ഇത്രയും ഒരു പ്ലോട്ട് ഉണ്ട്. ഓക്കെ, ദിസ് മച്ച് പ്ലോട്ട് ഇസ് അവൈലബിൾ നൗ. അല്ല ഇപ്പൊ ഒരു 2 or 3 പ്ലോട്ട് ആയിരിക്കും ഇപ്പൊ എക്യുപ്പൈഡ് ആയിട്ട് വരുന്നുണ്ടാവാം. ഇപ്പൊ സപ്പോസ് ഒരു 100 റെസിഡൻഷ്യൽ പ്ലോട്ട്സ് ഉണ്ട്. ഇപ്പൊ ഒരു പ്ലോട്ട്, ഒരു പ്ലോട്ടിന്റെ ഇതെന്ന് പറയുന്നത് ഇപ്പൊ 4 മെമ്പേഴ്സ് പെർ പ്ലോട്ട് ആണ് അതിന്റെ ഡെൻസിറ്റി എങ്കിൽ 100 ആണ്. ഓക്കെ, 100 പ്ലോട്ട്സ് അല്ലെങ്കിൽ 1000 പ്ലോട്ട്സ് ആണെങ്കിൽ എന്താ പറയാ, ആഫ്റ്റർ ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് 1000 പ്ലോട്ട്സ് കംപ്ലീറ്റ് ആവും. അപ്പൊ ഒരു 4000 ആയിരിക്കും ആ ഒരു ഏരിയ. ഇപ്പൊ സപ്പോസ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു സർട്ടൻ റെസിഡൻഷ്യൽ ഏരിയയിൽ 4000 ആയിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഓരോ ഏരിയാസ്, ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണെങ്കിൽ ഇവിടെ ഇത്രയായിരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇത്ര ഏരിയക്ക് ഇത്രയായിരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് അത്. അപ്പം നമ്മുടെ ഡെവലപ്മെന്റ് റെഗുലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പോപ്പുലേഷൻ പെട്ടെന്ന് തന്നെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഓർ സോണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. Next is ratio method or apportionment method. So as the name indicates, ഈ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സിറ്റിയുടെ പോപ്പുലേഷൻ, നമ്മുടെ സിറ്റിയുടെ പോപ്പുലേഷൻ നമ്മുടെ നാഷണൽ പോപ്പുലേഷന്റെ ഒരു റേഷ്യോ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സിറ്റി പോപ്പുലേഷൻ is expressed as the ratio of national population. അതായത് നമ്മുടെ ഹോൾ കൺട്രിക്ക് നമ്മുടെ പോപ്പുലേഷൻ ഇത്രയാണ്, നമ്മുടെ സിറ്റിയുടെ ഇന്നത്തെ പോപ്പുലേഷൻ ഇത്രയാണ്. അപ്പൊ അങ്ങനെ വിത്ത് ടൈം ഒരു 10 ഇയേഴ്സ് ഗ്യാപ്പിൽ നമുക്ക് സിറ്റിയുടെ പോപ്പുലേഷനും നാഷണൽ പോപ്പുലേഷനും കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടൈമിലെയും റേഷ്യോ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നതിന് ശേഷം നമ്മൾ പോപ്പുലേഷൻ വേഴ്സസ് ടൈം വരയ്ക്കുന്നതിന് പകരം വി വിൽ ഡ്രോ എ ഗ്രാഫ് ബിറ്റ്വീൻ റേഷ്യോ വേഴ്സസ് ടൈം. റേഷ്യോയും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കും. എന്നിട്ട് ആ ഒരു ഗ്രാഫിനെ ഡിസൈൻ പീരീഡിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. വി വിൽ ഡ്രോ എ ഗ്രാഫ് ബിറ്റ്വീൻ ദീസ് റേഷ്യോസ് ആൻഡ് ടൈം. റേഷ്യോയും ടൈമും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കും. എന്നിട്ട് ഈ ഒരു ഗ്രാഫിനെ വിൽ ബി എക്സ്റ്റെൻഡിങ് അപ് ടു ദ ഡിസൈൻ പീരീഡ്. ഡിസൈൻ പീരീഡ് വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും.
അപ്പൊ ചില സമയത്ത് നമുക്ക് ഡാറ്റാസ് ഒന്നും പ്രോപ്പർ ആയിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെൻസസ് റേഷ്യോ എത്രയാണോ ആ ഒരു റേഷ്യോ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിന്റെ ആവറേജ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ റേഷ്യോ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ പീരീഡിലെ റേഷ്യോ നമുക്ക് കിട്ടും. ഡിസൈൻ പീരീഡ് 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആണ് വരുന്നതെങ്കിൽ ഡിസൈൻ പീരീഡിലെ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ റേഷ്യോ എന്ത് ചെയ്യാം, ഐദർ അതായത് അവിടുത്തെ നാഷണൽ പോപ്പുലേഷൻ നമുക്ക് അറിയില്ല, അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മുടെ ഈ റേഷ്യോ ഇൻറ്റു നാഷണൽ പോപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് സിറ്റീസ് ഫ്യൂച്ചർ പോപ്പുലേഷൻ കിട്ടും. ഓക്കെ, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെത്തേഡ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ അവർ സിറ്റീസ് പോപ്പുലേഷൻ ഇസ് ഗ്രോയിങ് പാരലൽ ടു ദി നാഷണൽ ഗ്രോത്ത്. രണ്ടും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു നോർമൽ രീതിയിലാണ് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അബ്നോർമൽ കണ്ടീഷൻസ്, ലോക്കൽ ഏരിയാസിൽ നടക്കുന്ന അബ്നോർമൽ കണ്ടീഷൻസിനൊന്നും ഇത് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഇത്രയാണ് മെത്തേഡ്സ്. നമ്മൾ ഇത്രയും നേരം ന്യൂമറിക്കൽ പ്രൊസീജിയേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിനുശേഷം ആ ഒരു മെത്തേഡ്സിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഗ്രാഫിക്കൽ മെത്തേഡ്സിനെ പറ്റി പഠിച്ചത്. ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്, and third one is master plan method or zoning method. Okay, master plan method or zoning method, and the final method is ratio method or apportionment method. Ratio method or apportionment method. Okay, so ഇത്രയാണ് നമ്മുടെ ഗ്രാഫിക്കലി ഉള്ള മെത്തേഡ്സ് വരുന്നത്. കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ ഗ്രാഫിൽ നിന്നും പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഏകദേശ വാല്യൂലേക്ക്, ഒരു പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗിലേക്ക് എത്തുന്നതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനൊക്കെ ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കണം. ഇത്രയും, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഓക്കെ കുഴപ്പമില്ല, നമ്മുടെ സിറ്റിയുടെ തന്നെ ഡാറ്റയാണ്, ബട്ട് ഇറ്റ് ഈസ് എൻ അപ്രോക്സിമേറ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ ഇസ് കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്. അതിന് ഈ മിനിമം ഒരു 4 സിറ്റീസിന്റെ എങ്കിലും ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സോണിംഗ് ഓർ മാസ്റ്റർ പ്ലാൻ മെത്തേഡ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ മെത്തേഡ് ആണ്, ബട്ട് അത് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനായിരിക്കും അത് സ്യൂട്ടബിൾ ആയിട്ട് വരിക. ആൻഡ് ഫൈനൽ വൺ ഇസ് റേഷ്യോ ഓർ അപ്പോർഷൻമെന്റ് മെത്തേഡ്. ആ ഒരു മെത്തേഡിലും നമുക്ക് പ്രോപ്പർ ആയിട്ട് അവൈലബിൾ ആയിരിക്കണം നമ്മുടെ ഡാറ്റയും അതുപോലെ തന്നെ നാഷണൽ ലെവലിലെ ഡാറ്റയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് മെത്തേഡ് ആണ് ലോജിസ്റ്റിക് കർവ് മെത്തേഡ്. സോ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ലോജിസ്റ്റിക് കർവ്. സോ എന്തായിരുന്നു ലോജിസ്റ്റിക് കർവ്? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ലോജിസ്റ്റിക് കർവ്? ഓക്കെ, സോ നമ്മുടെ പോപ്പുലേഷൻ നോർമൽ കണ്ടീഷൻസിൽ ഫോളോ ചെയ്യുന്ന കർവിനെയാണ് നമ്മുടെ ലോജിസ്റ്റിക് കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇതിന് ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ ലാസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്, ന്യൂമറിക്കലും ഉണ്ട്. സോ നോട്ട് ചെയ്ത് പോവുക.
സോ ലാസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോജിസ്റ്റിക് കർവ്, ലോജിസ്റ്റിക് പോപ്പുലേഷന്റെ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അണ്ടർ നോർമൽ കണ്ടീഷൻസിൽ നമ്മുടെ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പി എഫ് ബെർഹസ്റ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ലോജിസ്റ്റിക് കർവിന്റെ സൊല്യൂഷൻ കൊണ്ടുവന്നത്. സോ ഈ ഒരു ലോജിസ്റ്റിക് കർവ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ടു ബി എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ വി അബ്സർവ്ഡ് എ ജോമെട്രിക്കൽ ഇൻക്രീസ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലോഗരിതമിക് ഇൻക്രീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദാറ്റ് ഇസ് ഡി പി ബൈ ഡി ടി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി. പിന്നെ ബി ഡി എന്ന് പറയുന്ന ഒരു ഇതില് അരിത്തമെറ്റിക് ഇൻക്രീസ് ആണ് ഉണ്ടായിരുന്നത്. ഡി പി ബൈ ഡി ടി ഇസ് എ കോൺസ്റ്റന്റ്. പിന്നെ ഫൈനലി ഡി ഇ എന്ന് പറയുന്ന റീജിയനിൽ ഡി പി ബൈ ഡി ടി ഇസ് പ്രൊപ്പോർഷണൽ ടു പി എസ് ബൈ പി എസ് മൈനസ് പി. അവിടെ പി എസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ പോപ്പുലേഷൻ ആണ്. ആ ഡി ഇ എന്ന് പറയുന്ന റീജിയനിൽ ഐദർ ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡോ, അത് രണ്ടുമാണ് ആ ഒരു കർവിന്റെ ആ ഒരു പോർഷനിൽ സ്യൂട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ അത് കുറച്ച് ആലോചിച്ചെടുക്കുക, ഈ ഓരോ കർവിന്റെ ഓരോ പോർഷനിലും ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. സോ അതിന്റെ താഴെ ഡോട്ടഡ് ലൈൻസിൽ വരച്ചിരിക്കുന്നത് എന്താ പറയാ, അതിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോർഷനിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് ഇൻക്രീസിങ്, രണ്ടാമത്തേല് റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് ഡിക്രീസിങ്. സോ ഈ ഒരു കർവ് എ ഡി വരെയുള്ള പോർഷൻ, എ ടു ഡി വരെയുള്ള പോർഷൻ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലോഗ് ഇ പി എസ് മൈനസ് പി ബൈ പി മൈനസ് ലോഗ് ഇ പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് is equal to minus k into ps into t. നോട്ട് ചെയ്യാ എല്ലാരും. ലോഗ് ഇ പി എസ് മൈനസ് പി ബൈ പി നോട്ട് മൈനസ് ലോഗ് ഇ പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. അതിലെ പി നോട്ട് എന്ന് പറയുന്നത് പോപ്പുലേഷൻ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കർവ് എ. നമ്മൾ ആ ഒരു കർവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പോപ്പുലേഷനെയാണ് നമ്മൾ പി നോട്ട് എന്ന് വിളിക്കുന്നത്. പി എസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ പോപ്പുലേഷൻ ആണ്. പി എന്ന് പറയുന്നത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഏതൊരു ടൈമിലെ പോപ്പുലേഷൻ ആണോ വേണ്ടത് ആ ഒരു ടൈമിലെ പോപ്പുലേഷൻ ആണ് പി എന്ന് പറയുന്നത്. പിന്നെ ഒരു കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. സോ ലോഗ് ഇ പി എസ് മൈനസ് പി ബൈ പി മൈനസ് ലോഗ് ഇ പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് is equal to minus k into ps into t. Log a minus log b is log a by b. Okay, log a minus log b is log a by b. Log a plus log b is log ab. So log e പി എസ് മൈനസ് പി ബൈ പി, പി എസ് മൈനസ് പി നോട്ട് ബൈ പിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് log a minus log b is log a by b എന്ന് എഴുതാം. log e ps minus p by p divided by ps minus p naught by p naught is equal to minus k into ps into t. So first step log e ps minus p divided by p
divided by PS minus P naught by P naught is equal to minus K into PS into T. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് റീഅറേഞ്ച് ചെയ്തതാണ്. PS minus P by P into P naught by PS minus P naught. റീഅറേഞ്ച് ചെയ്തതാണ്. ദെൻ ലോഗ് ലെഫ്റ്റ് സൈഡിലുള്ള ലോഗിനെ റൈറ്റ് സൈഡിലോട്ട് ലോഗ് ഇൻവേഴ്സ് ആയിട്ട് എടുക്കുക. PS minus P divided by P into P naught by PS minus P naught is equal to log inverse minus K into PS into T. Minus K into PS into T. അത് വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. PS minus P by P is equal to PS minus, അതായത് ആ റൈറ്റ് സൈഡിലെ ടേമിനെ ആ ലെഫ്റ്റ് LHSലുള്ള റൈറ്റ് ടേമിനെ എന്ത് ചെയ്യുക, RHSലോട്ട് കൊണ്ടുപോവാ. PS minus P naught by P naught is into log inverse minus K into PS into T. നമുക്ക് പിയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. ഓക്കെ, പിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് പിനെ സെപ്പറേറ്റ് ആക്കാനാണ് നോക്കുന്നത്. ഓക്കെ, പിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് നമുക്ക് നോക്കുന്നത്. അതായത് പോപ്പുലേഷൻ അറ്റ് എനി ടൈം ടി ആണ് നമുക്ക് ആവശ്യം. PS by P minus 1 is equal to PS minus P naught by P naught into log inverse minus K PS into T. ഇനി അത് വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. PS by P is equal to 1 plus PS minus P naught by P naught into log inverse minus K PS into T. ഓക്കെ, സോ അവിടെ വരെ നോട്ട് ചെയ്യാം. PS by P is equal to 1 plus PS minus P naught by P naught into log inverse minus K PS into T. ഓക്കെ, സോ നമുക്ക് പിയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ റീഅറേഞ്ച് ചെയ്യാം വീണ്ടും. P is equal to PS divided by 1 plus PS minus P naught divided by P naught into log inverse minus K PS into T. ഇനി ഈ ഒരു ടേമില് രണ്ട് കോൺസ്റ്റന്റ്സ്, അതായത് PS മൈനസ് പി നോട്ട് ബൈ പി നോട്ടിനെ എം എന്ന് വിളിക്കാം. PS മൈനസ് പി നോട്ട് ബൈ പി നോട്ടിനെ നമ്മൾ എം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൈനസ് കെ ഇൻറ്റു പി എസ് ഇസ് റെപ്രസെന്റഡ് ആസ് എൻ. മൈനസ് കെ ഇൻറ്റു പി എസ് ഇസ് റെപ്രസെന്റഡ് ആസ് എൻ. അങ്ങനെ രണ്ട് റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് ഈ ഇക്വേഷൻ നമ്മൾ ഷോർട്ട് ആക്കുകയാണ്. P is equal to PS divided by 1 plus M log inverse NT. PS divided by 1 plus M log inverse NT. എമ്മോ എന്നും കോൺസ്റ്റൻസ് ആണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. പി എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം ലോഗ് ഇൻവേഴ്സ് മൈനസ് ലോഗ് ഇൻവേഴ്സ് എൻ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ലോജിസ്റ്റിക് കർവിന്റെ ഇക്വേഷൻ. ഓക്കെ, ലോജിസ്റ്റിക് കർവിന്റെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് ഏത് ടൈമിലാണോ ടി വേണ്ടത്
ആ ടൈമിൽ ടി ഇട്ട് കൊടുത്ത് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ പോപ്പുലേഷൻ അറ്റ് ദാറ്റ് ടൈം ടി. അതാണ് പി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ സാച്ചുറേഷൻ പോപ്പുലേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഇല്ല. സോ another scientist, okay, another scientist suggested that if we are having three values, characteristics values, that is P0, P1 and P2. P0, P1 and P2. Okay, അതായത് P0 എന്ന് പറയുന്നത് ടൈം t ഈക്വൽ ടു 0 പോപ്പുലേഷൻ ആണ്. T1 എന്ന് പറയുന്ന ഒരു ടൈമിലെ പോപ്പുലേഷൻ ആണ് P2 ആൻഡ് സോറി P1. ആൻഡ് P2 എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, P2 എന്ന് പറയുന്നത് 2T1 എന്ന് പറയുന്ന ടൈമിലെ പോപ്പുലേഷൻ ആണ്. P0 എന്ന് പറയുന്നത് T ഈക്വൽ ടു 0 പോപ്പുലേഷൻ ആണ്. T1 എന്ന് പറയുന്നത് T ഈക്വൽ ടു T1 പോപ്പുലേഷൻ ആണ്. T2 എന്ന് പറയുന്നത് T is equal to 2T1, 2 ടൈംസ് T1 പോപ്പുലേഷൻ ആണ്. അതായത് 10 ഇയേഴ്സ് കഴിഞ്ഞുള്ള പോപ്പുലേഷൻ ആണ് T1 എങ്കിൽ 20 ഇയേഴ്സ് കഴിഞ്ഞുള്ള പോപ്പുലേഷൻ ആയിരിക്കണം T2. ഇഫ് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ മക്ലീൻ സജസ്റ്റഡ് സൊല്യൂഷൻ. ഓക്കെ, ഇതിന്റെ അകത്ത് നിന്നും പി എസിനും എമ്മിനും എന്നിനും സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇക്വേഷൻ ആണ് താഴെ ഉള്ളത്. PS is equal to 2 P0 P1 P2 minus P1 square into P0 plus P2. 2 P0 P1 P2 minus P1 square into P0 plus P2 divided by P0 P2 minus P1 square. PS is equal to 2 P0 P1 P2 minus P1 square into P0 plus P2 divided by P0 P2 minus P1 square. M is equal to, okay, so നമുക്ക് P0 P1 P2 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ നമുക്ക് ആദ്യം അറിയുള്ളൂ. അപ്പൊ ആ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, സാച്ചുറേഷൻ പോപ്പുലേഷൻ പി എസ് കണ്ടുപിടിക്കാം. ഓക്കെ, സാച്ചുറേഷൻ പോപ്പുലേഷൻ പി എസ് കണ്ടുപിടിച്ചതിന് ശേഷം പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട്, പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട്, അത് വെച്ച് നമുക്ക് എം കണ്ടുപിടിക്കാം. എം കണ്ടുപിടിക്കാം, പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട്. ഇനി എൻ എന്തായിരുന്നു, മൈനസ് കെ ഇൻറ്റു പി എസ് ആയിരുന്നു. അതിനും ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് മെക്ലീൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത സൊല്യൂഷനിൽ വരുന്ന ഇക്വേഷൻ ആണ് എന്നിന്റെ ഇക്വേഷൻ. എൻ ഇസ് ഈക്വൽ ടു 1/T1 ലോഗ് ഇ പി നോട്ട് ഇൻറ്റു പി എസ് മൈനസ് പി വൺ divided by P1 into PS minus P0. 1/T1 log E P0 into PS minus P1 divided by P1 into PS minus P0. അത് ലോഗരിതം ഓഫ് ബേസ് 10 മാറ്റുമ്പോൾ ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2.303 divided by T1 log 10 P0 into PS minus P1 divided by P1 into PS minus P0.
അപ്പൊ P0 P1 P2 അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് PS M and N കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. PS ഉം M ഉം N ഉം കണ്ടുപിടിച്ചു കഴിഞ്ഞാല് നമുക്ക് PS and M and N അറിയാമെങ്കിൽ പിന്നെ T ഏത് ടൈമിലെ പോപ്പുലേഷൻ ആണോ വേണ്ടത്, we can directly use this equation of logistic curve. Okay, we can directly use this equation of logistic curve. So എല്ലാവർക്കും മനസ്സിലായോ എന്താണെന്നുള്ളത്? Any doubts? Akshay? Akshay absent ആണോ? അമൽ? മനസ്സിലായോ എന്താണെന്നുള്ളത്? ലോജിസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോ. നോർമൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും. നോർമൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കർവ്. ഓക്കെ. കെവിൻ? സാച്ചുറേഷൻ പോപ്പുലേഷന്റെ ഇക്വേഷൻ എന്താ? ലോഗി PS മൈനസ് P ബൈ P അതാണോ? ലാസ്റ്റ് PS ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് സൊല്യൂഷൻ പോലെ? മനസ്സിലായോ ഡെറിവേഷൻ? ഡൗട്ട്സ് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, സോ നോക്കുക കേട്ടോ. ഇതാണ് PS-ന്റെ ഇക്വേഷൻ. P0 P1 P2 2 P0 P1 P2 minus P1 square into P0 plus P2 divided by P0 P2 minus P1 square. Abhinav? അഭിനവ് ആബ്സെന്റ് ആണോ? അല്ല മിസ്. ഓക്കെ. ലോജിസ്റ്റിക് കർവിന്റെ ഇക്വേഷൻ എന്താ? P equal to PS by PS by 1 plus M log inverse NP.
ഓക്കെ. എമ്മും എന്നും എന്താ? This എം ആൻഡ് എൻ എന്താണ്? എമ്മിന്റെ എന്നിന്റെ വാല്യൂസ് എന്താണ്? M equal to PS minus PO by PO. എം ഇസ് ഈക്വൽ ടു PS minus PO by PO. എൻ ഇസ് ഈക്വൽ ടു 1 by T1 into log inverse, the log E into of P naught into PS minus P1 by P1 into PS minus P naught. ഓക്കെ. സോ എല്ലാരും നോക്കിയിട്ട് വരിക ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് ന്യൂമറിക്കൽസും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാരും നോട്ട് ചെയ്യുക. In 2 periods of each 20 years, a city has grown from 30,000 to 1,70,000 and then to 3 lakh. In 2 periods each of 20 years, a city has grown from 30,000 to 1,70,000 and then to 3 lakh. Determine the saturation population, equation of logistic curve, and expected population after next 20 years. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക എല്ലാരും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. In 2 periods each of 20 years, a city has grown from 30,000 to 1,70,000 and then to 3 lakh. Determine saturation population, equation of logistic curve, and expected population after next 20 years. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിനകത്ത് നിങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ PS ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ സാച്ചുറേഷൻ പോപ്പുലേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ P0 എന്ന് പറയുന്നത് 30,000 ആണ്. P1 എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് 1,70,000 ആണ്. P2 എന്ന് പറയുന്നത് 3 lakh
3 lakhs ആണ്. അതായത് P0 എന്ന് പറയുന്നത് T equal to 0 പോപ്പുലേഷൻ ആണ്. P1 എന്ന് പറയുന്നത് T equal to 20 ഇയേഴ്സിലെയാണ്. T2 എന്ന് പറയുന്നത് T equal to 40 ഇയേഴ്സിലെയാണ്. ഓക്കെ, അപ്പൊ T2 ഷുഡ് ബി ഈക്വൽ ടു 2T1. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ഈ വാല്യൂസ് കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സാച്ചുറേഷൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് സാച്ചുറേഷൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം എം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, എം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. എം ഇസ് ഈക്വൽ ടു പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട്. പിന്നെ എൻ കണ്ടുപിടിക്കുക. 1/T1 ലോഗ് ഇ പി നോട്ട് ഇൻറ്റു പി എസ് മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി വൺ ഇൻറ്റു പി എസ് മൈനസ് പി നോട്ട് ഈക്വൽ ടു 2.303. ആ ഒരു ലോഗ് 10 മാറ്റിയിട്ട് ആ വാല്യൂസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, എന്നും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് പി എസും എന്നും എമ്മും ഉണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മുടെ ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇത്, ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ്. ആൻഡ് തേർഡ് വൺ ഇസ് എക്സ്പെക്ടഡ് പോപ്പുലേഷൻ ആഫ്റ്റർ നെക്സ്റ്റ് 20 ഇയേഴ്സ്. ഓക്കെ, അപ്പൊ അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പി എസ് ഉണ്ട്, എമ്മും കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി, എന്നും കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ T equal to 20 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ആഫ്റ്റർ നെക്സ്റ്റ് 20 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കാം. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ P0, P1 ആൻഡ് P2 ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ പ്രോബ്ലം തീർന്നു. ബാക്കി നമുക്ക് ഇക്വേഷൻ അറിയാം. സോ ഡയറക്റ്റ് ആദ്യം ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാം. ഓക്കെ,
ആർക്കെങ്കിലും പി എസിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. $3254.77. 3254.77.3869 എന്നാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ റൗണ്ട് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി 3,26,000 എടുക്കുക. ഓക്കെ, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട്. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് so you can round it approximately to ഓക്കെ, ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ പറഞ്ഞ വാല്യൂസ് P0, P1 ആൻഡ് P2 ഡയറക്ട്ലി ചെയ്യാം. യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം കണ്ടുപിടിക്കലാണ്. ഓക്കെ, എം ഇസ് ഈക്വൽ ടു പി എസ് മൈനസ് P0 by P0, which is equal to 3,26,000 minus 30,000 divided by 30,000. എത്രയാണ് പി എസ് എം വരുന്നത്? $9.866. ഓക്കെ, 9.8666 ആണ് വരുന്നത്. So you can round it to 9.87. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n കണ്ടുപിടിക്കാനാണ്. n is equal to 2.3 divided by T1 log to the base 10 P0 into PS minus P1 divided by P1 into PS minus P0 എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാ. നിയത കിട്ടുന്നുണ്ടോ വാല്യൂസ് ഒക്കെ?
മിസ് ചെയ്യുമെന്നാണ്. ഓക്കെ. സോ ആർക്കെങ്കിലും എന്നിന്റെ വാല്യൂ കിട്ടിയോ? നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം 2.3/20 ഇൻറ്റു ലോഗ് 10 ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് -1.032 എന്ന് കിട്ടും. സോ യുൽ ബി ഗെറ്റിംഗ് n is equal to -0.119. ഈ വാല്യൂ തന്നെ വരുന്നുണ്ടോ അതോ ഡിഫറെന്റ് വാല്യൂസ് കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? ഇതന്നെ മിസ്. ഓക്കെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് സാച്ചുറേഷൻ പോപ്പുലേഷൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എഴുതാനാണ്. ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് ആണ് നമുക്ക് വേണ്ടത്. ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് ആണ് നമുക്ക് വേണ്ടത്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി എസ് ഈക്വൽ ടു പി എസ് വൺ പ്ലസ് എം log inverse nt. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷനകത്ത് പി എസിന്റെ വാല്യൂ നമുക്കറിയാം 3,26,000 ആണ്.
1 പ്ലസ് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.87 ആണ് കിട്ടിയത്. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് -0.119 ആണ് വരുന്നത്. 9.87 log inverse minus 0.119 t. ഇതാണ് പിയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ്. ഇതാണ് നമുക്ക് വേണ്ടത്. പി എസ് ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഇതെന്ന് പറയുന്നത് we have to find out the population after t is equal to 60 years. Okay. So expected population after next 20 years. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് t equal to 0, t equal to 20 and t equal to 40. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ നെക്സ്റ്റ് 20 years. സോ t will be equal to 60 years. t എന്ന് പറയുന്നത് 60 years ആകുമ്പോൾ പോപ്പുലേഷൻ എത്ര ഉള്ളതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ അഗെയിൻ വിൽ ഗോ ഫോർ ദ ഇക്വേഷൻ t is equal to ps divided by one plus m log inverse nt. ഓക്കെ, നിങ്ങൾ ഈ ലോഗ് ഇൻവേഴ്സ് എടുക്കുമ്പം ഇ ബേസ് ആണ് വരുന്നത്. സോ കാൽക്കുലേറ്ററിൽ ഡയറക്ട്ലി ഇ റേസ് ടു എന്നുള്ള ഒരു ഇതുണ്ടാവും, അത് യൂസ് ചെയ്യുക. ഓക്കെ, ഇ റേസ് ടു എക്സ് എന്നുള്ള രീതിയിൽ ആ ടേം വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 3,26,000. One plus 9.87 log E inverse minus 0.119 into 60. So ഈ വാല്യൂ, അതായത് log E inverse minus 0.119 into 60 എന്ന് പറയുന്നത് log inverse minus 7.14 ആയിരിക്കും വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് will be equal to e raised to minus 7.14. e raised to minus 7.14. So you'll be getting the value as 0.0000793. എല്ലാവരും കാൽക്കുലേറ്ററിൽ ലോഗ് ബേസ് 10 ഉണ്ടാവും, ലോഗ് ബേസ് ഇയും ഉണ്ടാവും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇ ആണ് യൂസ് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇത് എത്ര നിങ്ങൾക്ക് വാല്യൂ വരുന്നത്?
ആർക്കെങ്കിലും ഫൈനൽ ആൻസർ കിട്ടിയോ? 323468. ഓക്കെ, 3468 ആണ് പോപ്പുലേഷൻ വരുന്നത്. 3,23,468. സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് വി വൈൻഡ് അപ്പ് ദ ക്ലാസ്. പോകുന്നതിന് മുന്നേ എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് ചാറ്റിൽ ഷെയർ ചെയ്തിട്ട് പോവുക. So if you have any doubts, you can stay back. Otherwise, you can leave. Thank you.